ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ വാക്യം തന്നെ വേഗം വായിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സ്റ്റീവേ ചേർന്ന് നോക്കിയിടാമോ? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, അവരുടെ ഒന്ന് കാണാൻ കുറച്ചുകൂടി. ഓക്കെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ആമേൻ. അടുത്തത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും. മക്കളെ, ഇതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ഒറ്റ വാക്യം. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികൾക്ക് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടായ വേദവാക്യമാണ്. നമുക്കറിയാം, ക്രിസ്തുവിനെ അവിടെ മുമ്പിൽ വരച്ച് കാട്ടുവാൻ അപ്പോസ്തലനായ പൗലോസ് തന്നാലാവോളം താൻ ശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് മറ്റെന്തിനെ കൊടുക്കുന്നതിനേക്കാൾ യേശുവിനെ കൊടുക്കാൻ അവർ തയ്യാറായി. അത് വെച്ചാൽ അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും ശുശ്രൂഷയുടെ ഏക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. മറ്റൊന്നും അവർ കാണരുത്, മറ്റൊന്നും അവർ അറിയരുത്. അവരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ മാത്രം അറിയുന്നവരായി തീരുക. പത്രോസിൻ്റെ ലേഖനത്തിലാകട്ടെ, യോഹന്നാന്റെ ലേഖനത്തിലാകട്ടെ, എല്ലാ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും ആമേൻ ലേഖനകർത്താക്കൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അവർ യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം അവർക്കുണ്ടാകണം. മറ്റെന്തിനേക്കാൾ, കാണുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരാഴമായ ബന്ധത്തിൽ അവരെ കൊണ്ടുവരാനാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. ഒന്നുകൂടി പറയാം, 1-ാം അധ്യായം തുടങ്ങി അവസാന വാക്യം വരെ എബ്രായ ലേഖനകർത്താവ് ആഴമായി എടുത്തു പറയുന്നത് യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് പറഞ്ഞ് താഴെ വന്നിട്ട് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നമ്മൾ ചെറിയ ആളുകളല്ല, നമ്മളെ വിളി ചെറുതല്ല. നമ്മൾ എങ്ങനെയുള്ളവരാണ്? ഒരു സ്വർഗീയ വിളി ലഭിച്ചവരാണ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ആമേൻ. നിങ്ങളെ അമേരിക്കയിലേക്ക്, ആമേൻ, അമേരിക്കൻ ഗവൺമെന്റ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ UK, ഇംഗ്ലണ്ടിലേക്ക് നിങ്ങളെ, ആമേൻ, അവിടുത്തെ ഗവൺമെന്റ് നിങ്ങളെ വിളിച്ചു എന്നിരിക്കുക. ആ വിളിക്ക് എത്രമാത്രം ഒരാഴമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? ആ രാജ്യത്തിൻ്റെ പദവിയും നിങ്ങളെ വിളിക്കുന്ന ആളിൻ്റെ മഹത്വവും അനുസരിച്ച് ആ വിളിക്ക് ഒരു മഹത്വം ഉണ്ടാകത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നു, സഹോദരങ്ങളെ, നിങ്ങളെ വിളിച്ച വിളി ഒരു സാധാരണ വിളിയല്ല, നിങ്ങളെ ഒരു സ്വർഗീയ വിളിയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മേൽ കിടക്കുന്ന വിളി സ്വർഗത്തിലേക്കുള്ളൊരു വിളിയാണ്. ആമേൻ. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ, കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അല്ലയോ കൊരിന്ത്യരെ, നിങ്ങൾ ഒരു കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. ക്രിസ്തുവിന്റെ എന്താണ്? പത്രമാണ്. ക്രിസ്തുവിന്റെ ന്യൂസ് പേപ്പർ നിങ്ങളാണ്. ആമേൻ. ഓരോ ദിവസവും, ആമേൻ, അനുദിനം നടക്കുന്ന കാര്യങ്ങൾ പേപ്പറിലൂടെ, ന്യൂസ് വാർത്ത ഇവിടെ നമ്മൾ അറിയുന്നത് പോലെ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യത, യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ നിത്യന്യായവിധി എന്നിത്യാദി കാര്യങ്ങൾ അറിയേണ്ടത്, തിരിച്ചറിയേണ്ടത് ഒരു ദൈവ പൈതലിൽ നിന്നാണ്. കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ അറിയണം. എന്താ നിങ്ങൾ അറിയേണ്ടത്? ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. ഒരാമേൻ പറഞ്ഞേ. ഓരോ സ്ഥലത്ത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ് നമ്മൾ. നിങ്ങളിലൂടെ വേണം യേശു ആരെന്ന് വായിക്കാൻ, നിങ്ങളിലൂടെ വേണം യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ, നിങ്ങളിലൂടെ വേണം യേശുവിൻ്റെ കൃപകളും കൃപാവരങ്ങളും ജനം തിരിച്ചറിയേണ്ടതിന്. ചുരുക്കി പറഞ്ഞാൽ യേശു ആരെന്നറിയേണ്ടത് നിങ്ങളിലൂടെയാണ്. യേശുവിൻ്റെ ജീവിതം അറിയേണ്ടത് നിങ്ങളിലൂടെയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ രീതി ജനം അറിയേണ്ടത് എന്നിലും നിങ്ങളിലൂടെയാണ്. പൗലോസ് പറയാണ്, ഞാൻ ആരാണ്? ഞാൻ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്.
അപ്പൊ സ്വർഗീയ വിളി ലഭിച്ച ദൈവമക്കളെ കുറിച്ച് പൗലോസ് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് അവൻ നിങ്ങളെ വിളി ശക്തമായതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വിളിയെ നിങ്ങൾ നോക്കണം. എന്ത് നോക്കണം? വിളിയെ നോക്കണം. അപ്പൊ സ്വർഗീയ വിളി നമ്മുടെ മേൽ കിടക്കുന്നതുകൊണ്ട് ഓരോ ദൈവമക്കളും അറിയേണ്ട കാര്യം, എൻ്റെ വിളി എന്തെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. ഒരു നല്ല സ്തോത്രം എന്ന് പറഞ്ഞേ, എൻ്റെ വിളി എന്തെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. എൻ്റെ ഒരു ഓർമ്മ പെശകുണ്ട്, എങ്കിലും ഒരു ചെറിയ ഓർമ്മയിൽ പറയാം. 93-ലോ 94-ലോ നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത ഇതാണ്: അമേരിക്കൻ ഒരു അംബാസിഡർ ഡൽഹിയിൽ വന്നു. നിങ്ങൾ വായിച്ചു കാണും. ഡൽഹിയിൽ വന്നു. ആ മനുഷ്യൻ ഡൽഹി വന്നിട്ട് തൻ്റെ പ്രഭാത സഞ്ചാരത്തിന് വേണ്ടി ഒരു ഹെർക്കുലീസ് സൈക്കിള് പുതിയത് വാങ്ങിച്ചിട്ട് ഡൽഹിയുടെ തെരുവീതിയിലൂടെ അമേരിക്കൻ അംബാസിഡർ സൈക്കിളിൽ നടന്നുപോയി. സൈക്കിൾ ചവിട്ടിക്കൊണ്ടുപോയി. ഈ സൈക്കിള് ചവിട്ടിപ്പോയത് അവിടെ ഇരുന്ന് അവർ കണ്ടു. സഹോദരം, സെക്കൻഡുകൾക്കുള്ളിൽ തനിക്കൊരു റിപ്പോർട്ട് വന്നു, എത്രയും പെട്ടെന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് കയറണം. എന്താ കാര്യം എന്നറിയില്ല. താൻ ഓടിപ്പിടിച്ച് അമേരിക്കയിൽ ചെന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഡൽഹിയിലേക്ക് വിട്ടത് ഹെർക്കുലീസ് സൈക്കിൾ ചവിട്ടാനല്ല. ലോക ഗവൺമെന്റ്, ലോകത്തിന്റെ നെറുകേല നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്രയും പ്രൗഢിയും പത്രാസും കഴിവും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് നിന്ന് ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വിട്ടത് ഈ തെരുവിലൂടെ സൈക്കിൾ നടക്കാനല്ല. സ്വതന്ത്രം പറഞ്ഞേ. അതുകൊണ്ട് ഇവിടെ ഇരുന്നേക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് വലിയ വിലപിടിപ്പുള്ള കാറുകളും ബുള്ളറ്റ് പ്രൂഫുള്ള BMW കാറുമൊക്കെ തന്നിട്ടില്ലേ? അതിലല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി. നിങ്ങളുടെ വിളി എന്താന്ന് നിങ്ങൾ മറന്നുപോയി. നിങ്ങളുടെ വിളിച്ച വിളി എന്തെന്നും നിങ്ങളെ ആരാണ് അഴച്ചതെന്നും നിങ്ങൾ എന്തിനാണ് അഴച്ചതെന്നും നിങ്ങൾ മറന്നുപോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യം നിങ്ങൾ ചെയ്തത്. സഹോദരങ്ങളെ, ഇന്നത്തെ ഞായറാഴ്ചത്തെ ആരാധനയുടെ നടുവിൽ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒറ്റ അപേക്ഷയേ ഉള്ളൂ. നിങ്ങൾ സാധാരണ വിളിയുള്ളവരല്ല. നിങ്ങളുടെ മേൽ ഒരു അസാധാരണ വിളിയുണ്ട്. നിങ്ങളെ വിളിച്ചത് ഒരു സ്വർഗീയ വിളിയാണ്. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി ചെറുതല്ല. നിങ്ങളെ വിളിച്ച വിളിക്കനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പിണക്കവുമില്ല. നിങ്ങളോട് ഞങ്ങൾ ചില സമയത്ത് ഷാർപ്പായിട്ട് ഇടപെടുന്നതും ചില സമയത്ത് അല്പം കട്ടിയായിട്ടുമൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിളി ശക്തമായതുകൊണ്ടാണ്. നമ്മുടെ വിളി സാധാരണ വിളിയല്ലാത്തത് കൊണ്ടാണ്. പൗലോസിന്റെ ഭാഷയിൽ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത്, ഒരു ഹൈ കോളിംഗ് എന്നാണ്. ഹൈ കോളിംഗ് എന്ന പൗലോസ് പറയുന്നത് അതിന്റെ അർത്ഥം ഒരു ഉന്നത വിളിയ എന്റെ മേൽ കിടക്കുന്നത്. ഒരു സാധാരണ വിളിയല്ല, എന്റെ മേൽ ഒരു ഉന്നതമായ ഒരു വിളി എന്റെ മേലുണ്ട്. അവൻ എന്റെ അപ്പൻ സ്വർഗീയ പിതാവാണ്. അപ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ എന്തിനെല്ലാം ഓഹരിക്കാരാ? ഒന്ന്, സ്വർഗീയ വിളിക്കോഹരിക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസന്മാരെല്ലാം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് IPCയിലെ ഒരു സീനിയർ പാസ്റ്റർ അപ്പച്ചൻ നമ്മുടെ ചർച്ചിൽ വന്നു. ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ജോസഫ് എന്ന അപ്പച്ചൻ്റെ പേര്. കൺവെൻഷൻ പാസിംഗ് ചെയ്യണം. ഈ അപ്പച്ചൻ വന്നിട്ട് പോയി. അന്ന് ഞങ്ങൾ ഇവിടെ മേലെ താമസിക്കുക. ശുശ്രൂഷ കഴിഞ്ഞ് മേലെ വന്നിരുന്ന് അപ്പച്ചൻ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ച ആരാധനയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ, ഇങ്ങനെ തന്നെ പോട്ടെ. കാരണം നല്ല സീനിയറിറ്റി ഉള്ള മനുഷ്യനാണ്. എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം നിന്നോട് പറയാം, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാൻ പറഞ്ഞപ്പച്ച, അതെ, പിതാവിനാൽ അഴക്കപ്പെട്ട പുത്രൻ ഭൂമിയിൽ വന്ന് 33.5 വയസ്സ് വരെ ജീവിച്ചു പിതാവിന്റെ സ്റ്റാൻഡേർഡിൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു. അപ്പച്ച എന്നോട് പറഞ്ഞു,
യേശു കർത്താവ് പിതാവിനാൽ അടക്കപ്പെട്ട് ഭൂമിയിൽ വന്നു. 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. പിതാവിന്റെ സ്റ്റാൻഡേർഡിൽ അവൻ ഇവിടെ ജീവിച്ചു. സഹോദരൻ പറഞ്ഞേ, ആ പിതാവിന്റെ സ്റ്റാൻഡേർഡിൽ ജീവിച്ചത് കൊണ്ട് യേശുവിന്റെ പ്രസംഗം കേട്ടവർ പറഞ്ഞു, എന്തൊരു ജ്ഞാനം. യേശുവിന്റെ പ്രസംഗം കേട്ടിരുന്ന ഒരു അമ്മ പറഞ്ഞു, ആമേൻ, ഇവൻ കുടിച്ച മുലയും ആ സ്ത്രീയും ഭാഗ്യവതി. അവനെ കണ്ടവരെല്ലാം വാഴ്ത്തി, അവനെ കണ്ടവരെല്ലാം പുകഴ്ത്തി. എന്താ കാര്യമെന്നറിയാമോ? പിതാവിനാൽ അഴക്കപ്പെട്ട പുത്രൻ അഴച്ച പിതാവിന്റെ സ്റ്റാൻഡേർഡിൽ ഈ ലോകത്ത് ജീവിച്ചു. ദൈവമക്കളെ, നമ്മുടെ വിളി സ്വർഗീയമായതുകൊണ്ട് ആ സ്വർഗീയ വിളിക്കനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡിൽ വേണം നമ്മുടെ ജീവിതം നയിക്കാൻ. ദൂത് മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ഹല്ലേലൂയ. ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം. എന്നെ ഒരാൾ വിളിച്ചു, ആരാന്നൊന്നും ചോദിക്കരുത്, ഞാൻ പറയത്തുമില്ല. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എന്നെ കമ്പനിയിൽ നിന്ന് ആമേൻ പിരിച്ചുവിട്ടു. ഞാൻ എന്നാ പറ്റി? കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാര്യം, അതെ പാസ്റ്റർ, ഞാൻ എല്ലാ ദിവസവും കമ്പനി ചെല്ലുമ്പോൾ, ഓഫീസിൽ ചെല്ലുമ്പോൾ ആ ഓഫീസിലൊരു നിയമമുണ്ട്, ഞാൻ ഷർട്ട് ഇൻസൈഡ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കണം, ഷർട്ട് ഫുൾ സ്ലീവ് ആയിരിക്കണം. പക്ഷെ ഞാൻ അല്പം ഒരു അലസനാണ്. പുള്ളിയെന്ന് പറയാ, ഞാനൊരു മടിയനാണ്, എനിക്കിതൊക്കെ ഇച്ചിരി ബോറായ കാര്യമാണ്. അപ്പം ഞാനെന്ത് ചെയ്യും? ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് എല്ലാം കൂടി അപ്പൊ കുറച്ച് പുറത്ത് കിടക്കും, കുറച്ച് അകത്ത് കിടക്കും. ആദ്യം എനിക്കൊരു വാണിംഗ് തന്നു, ചെയ്യാം സാറേ എന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് ആവർത്തിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, വരണ്ട, വീട്ടിലിരുന്നേക്കാൻ പറഞ്ഞു. അപ്പം എനിക്കങ്ങ് ഭയങ്കര വിഷമം തോന്നി. ഇതെന്തു മനുഷ്യനാ? എടാ, ഡ്രസ്സ് ധരിച്ചത് നല്ലതല്ലാത്തത് കൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അങ്ങനെ ഒരു ദിവസം ഇവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് വാ ഞങ്ങളുടെ ഓഫീസിൽ. അങ്ങനെ ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവനെ പിരിച്ചുവിടാൻ കാര്യം എന്താണെന്ന് മനസ്സിലായത്. കാരണം അതിനകത്ത് കയറുന്ന റിസപ്ഷൻ മുതൽ MD ഇരിക്കുന്ന റൂം വരെ നമ്മൾ കാലെടുത്ത് വെക്കണമെങ്കിൽ 10 പ്രാവശ്യം കാല് തുടച്ചിട്ടേ കയറൂ. അങ്ങനെയായിരിക്കുന്നേ. അപ്പൊ അതിന് MD പറഞ്ഞു, സാറേ, ഞങ്ങളിവനെ പിരിച്ചുവിടാനൊരു കാര്യമുണ്ട്. ഞാൻ ഈ കമ്പനി തുടങ്ങിയപ്പോൾ ഈ കമ്പനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ താഴെ നിൽക്കുന്ന ഒരു എംപ്ലോയിയെ ഞങ്ങൾക്ക് വേണ്ട. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. അവൻ കാര്യമൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു റൂളുണ്ട്, ഇവിടെ ഒരു നിയമമുണ്ട്, ഇവിടെ വസ്ത്രധാരണത്തിന് നിയമമുണ്ട്, അവൻ്റെ ആറ്റിറ്റ്യൂഡിന് നിയമമുണ്ട്, ഒരു പഞ്ച്വാലിറ്റി ഉണ്ട്. കൃത്യസമയത്ത് വരണം, കൃത്യസമയത്ത് പോകണം, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രധാരണത്തിന് എല്ലാറ്റിനും വ്യത്യാസമുണ്ട്. കാരണം ഞങ്ങളുടെ കമ്പനി അങ്ങനെയാണ്. ദൈവമക്കളെ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടല്ലേ? ഒരു ഭൂമിയിലെ ഒരു MDയുടെ കമ്പനിയിൽ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ സ്വർഗീയ വിളിക്കോഹരിക്കാരായ എന്നെയും നിങ്ങളെയും സ്വർഗം എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലോക്കൽ ജീവിതമല്ല ഒരു ദൈവവേദന വേണ്ടത്. ഒരു സാധാരണ ഓർഡിനറി ജീവിതം നയിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ഒരു അസാധാരണ ജീവിതം നയിക്കാൻ. ഞാൻ ഒന്നുകൂടി പറയാം, ഇതെല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഓർഡിനറിയായ ഒരു ജീവിതം നയിക്കാനല്ല ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നത്. നമ്മുടെ ലൈഫ് ദൈവം മാറ്റിയ, അല്ലേ? ഞാൻ അതിനൊരു കാര്യം പറഞ്ഞു തരാം. സ്തോത്രം. എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വസ്ത്രം അതുപോലെ തേച്ചിടത്തില്ലായിരുന്നു. ആ കിട്ടുന്ന ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ആരാനൊക്കെ വരുമായിരുന്നു, മീറ്റിങ്ങിന് പോകുമായിരുന്നു. എന്താണോ കിട്ടുന്നത് അത് ഞാൻ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഒരിക്കൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ആ വാക്യം ഇതാണ്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പഴയതല്ല, അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയ ലോകത്ത് നിന്ന് ദൈവം നിന്നെ പുതിയതാക്കി മാറ്റി. പഴയ കാഴ്ചപ്പാടിൽ നിന്ന്
ദൈവം നിന്നെ പുതിയതാക്കി മാറ്റി. അതുകൊണ്ട് ആ പുതിയ മനുഷ്യനായി മാറിയപ്പോ നമ്മുടെ സംസാരം മാറിയില്ലേ, നമ്മുടെ ഇടപെടൽ മാറിയില്ലേ, നമ്മുടെ രീതി മാറിയില്ലേ, നമ്മുടെ കാഴ്ചപ്പാട് മാറിയില്ലേ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെട്ടില്ലേ, എല്ലാറ്റിനും ഒരു മാറ്റം വന്നില്ലേ. സ്വതന്ത്രം 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 സ്വതന്ത്രം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ എൻ്റെ അകത്തു മാത്രമല്ല മാറ്റം വരേണ്ടത്, എൻ്റെ പുറത്തും ഒരു മാറ്റം വരണം. ഒരു സ്വതന്ത്രം എന്ന് പറ. ആ മാറ്റം വരണം, ആ മാറ്റം വന്നേ പറ്റൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളെയും എന്നെയും കണ്ടാൽ ആ സ്വർഗീയ വിളിക്കോഹരിക്കാരായി വിളിച്ചവരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുന്ന പോലെ ഒരു മാറ്റം നമ്മിൽ വരണം. സോദരം 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 സോദരം. നിങ്ങൾ ഓഹരിക്കാരാ. എന്തിനാ ഓഹരിക്കാര്? സ്വർഗീയ വിളിക്ക് നിങ്ങൾ ഓഹരിക്കാരാണ്. ഓക്കെ, സമയം പോകുന്നു, അടുത്ത വാക്യത്തിൽ വരാം. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം എടുത്ത് എല്ലാവരും കുറിച്ചെടുത്താൽ അനുഗ്രഹമായിരിക്കും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിലും. നിങ്ങൾ സ്വർഗീയ വിളിക്ക് മാത്രമല്ല ഓഹരിക്കാർ, നിങ്ങൾ കൃപയിൽ എനിക്ക് കൂട്ടാളികളായ. അപ്പൊ നിങ്ങൾ കൃപയിലും പങ്കുകാരാണ്. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഒന്നുകൂടി പറയാ, നിങ്ങൾ സ്വർഗീയ വിളിക്ക് പങ്കാളികളായതുപോലെ നിങ്ങൾ കൃപയ്ക്കും എന്താണ്? പങ്കാളിയാണ്. ഒരു സ്വതന്ത്രം പറ. ദൈവ കൃപയ്ക്ക് നിങ്ങൾ പങ്കാളിയാണ്. ദൈവത്തിന് മഹത്വത്തിന് നിങ്ങൾ പങ്കാളിയാണ്. എപ്രകാരം ഒരു വിളി നിങ്ങളുടെ മേലുണ്ടോ അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ മേൽ കൃപയും ചൊരിഞ്ഞിട്ടുണ്ട്. ഒരു സ്വതന്ത്രം എന്ന് പറ. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയുക, ഈ ചിലതൊക്കെ നമുക്ക് നിർത്താൻ കഴിയത്തില്ല, ചിലതൊക്കെ നമുക്ക് വിടാൻ കഴിയത്തില്ല, ചിലതൊക്കെ നമുക്ക് വിട്ടു പോരാൻ കഴിയത്തില്ല. മക്കളെ, നിങ്ങളോട് ആത്മാവിൽ ഞാൻ പറയുക, അങ്ങനെ വിട്ടു പോരാൻ പറ്റാതെ നിങ്ങളെ പിടിച്ചിരിക്കുന്ന ചിലതിനെ നിങ്ങൾക്ക് ജയിക്കാൻ ദൈവം തന്ന ഒന്നാണ് കൃപ. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിംഗിനിടക്ക് ഒരു അസാധാരണമായ ദൈവകൃപ ഇതിന്റെ നടുവിൽ ചലിക്കും. എവിടേക്കെയോ നിങ്ങൾക്ക് വിട്ടുപോരാൻ പറ്റാത്തതെന്ന് ചിന്തിക്കുന്ന ചിലതിൻ്റെ മേൽ ഒരു ജയമുണ്ടാകാൻ നിങ്ങൾക്കൊരു കൃപ ആവശ്യമാണ്, ഒരു ദൈവകൃപ ആവശ്യമാണ്. ചിലതിനകത്തുനിന്ന് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം ലഭിപ്പാൻ, ചിലതിനകത്തുനിന്ന് പൂർണ്ണമായൊരു വിടുതൽ ഉണ്ടാകാൻ നിങ്ങൾക്ക് എന്ത് വേണം? ആമേൻ, ഒരു ദൈവകൃപ വേണം. ആത്മാവ് പറയുന്നു, നിങ്ങൾ കൃപയ്ക്ക് പങ്കാളികളാണ്. ദൈവമക്കളെ, സാധാരണഗതിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന ഒന്നുകൂടി പറയുക, ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വയം വിട്ടു പോരാൻ കഴിയത്തില്ല. സ്വതന്ത്രം സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാ ഞായറാഴ്ചയും ചർച്ചിൻ്റെ വാതിക്ക് വന്ന് ഏലക്ക വായിട്ട് ആരാധനയ്ക്ക് കയറുന്ന ഒരാളെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ആരാധനാലയത്തിൻ്റെ വാതിക്കൽ വന്നിട്ട് വായിൽ എന്തിടും? ഏലക്ക. എന്തിനാ ഏലക്ക ഇടുന്നേ? കർത്തൃമേശ കഴിഞ്ഞിട്ട് സ്നേഹവിമനം കൊടുക്കുമ്പോൾ ബീഡിയുടെ സിഗരറ്റിൻ്റെ മണം ഉണ്ടാകാതിരിക്കാൻ സ്ഥിരമായിട്ട് കറയാമ്പ് കൊണ്ടു നടക്കുന്നവരെ എനിക്കറിയാം. അവരെല്ലാം ആരാ? വിശ്വാസികളാണ്. പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ ഏലക്കയുടെ മണം വന്നപ്പോഴേ ഞാൻ പിടിച്ചു. ഞാൻ പറഞ്ഞു, നല്ലപോലെ ഏലക്ക മണക്കുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞു, നല്ല മേൽത്തര ഏലക്കയാണ്. ഞാൻ ആ ഏലക്കയുടെ പുറകെ വിൽസൂടി ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, പാസ്റ്റർ കണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല, കാരണം ഇതുപോലെ ഏലക്ക കുറേ നമ്മളും തിന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അന്നേരം പുള്ളി ഈ ജനറേറ്റർ ഇരിക്കുന്നതിൻ്റെ വാതിക്കെ അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ കൈക്ക് രണ്ടും കിടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിർത്താൻ പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല. ഞാൻ വിളിച്ചു, മനസ്സുണ്ടോ? ഉണ്ട്, ഇന്ന് നിർത്തുമെന്ന് പറഞ്ഞു. ഒറ്റ പ്രാർത്ഥന,
കൃപ വ്യാപരിച്ചു. ഇന്നും ഈ ആലയത്തിനകത്ത് ഇന്നും കർത്തൃ മേശ എടുത്തു. ഏലക്ക കഴിച്ചല്ല, ഏലക്ക കഴിക്കാതെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിനകത്തിരിക്കുന്നവരെല്ലാം മറ്റേ ട്യൂബിലൂടെ വന്ന് വീണവരല്ല. കൃപ കിട്ടിയ നീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഞാൻ തോന്നുന്നു എൻ്റെ വൈഫിനോട് പറഞ്ഞു, മക്കളെ ചിലതൊക്കെ ഈ പിടുത്തം മുറുകുന്നതിന് മുമ്പേ നമ്മൾ വിട്ടേക്കണം. പിടുത്തം മുറുകുന്നതിന് മുമ്പേ വിട്ടേക്കണം. വിട്ടില്ലെങ്കിൽ നമ്മെ വിടത്തില്ല. സ്വതന്ത്രം എന്ന് പറഞ്ഞേ മനസ്സിലായില്ലല്ലേ? ഈ എരുമേലി വടശ്ശേരി കരയിലൊക്കെ ഈ മലവെള്ള പാച്ചിൽ വരുമ്പോൾ അവിടെ ആറുണ്ടല്ലോ. ഈ ആറ്റിലൂടെ മലവെള്ള പാച്ചിലിൽ ഈ മലമേ നിൽക്കുന്ന വലിയ തടി അവിടുന്ന് കടപുഴുകി എന്ത് ചെയ്യും? ഒഴുകി വരും. അപ്പൊ ഈ ആറ്റിനരികത്ത് താമസിക്കുന്നവർ, എരുമേലി ഭാഗത്തുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? ലൈനായിട്ട് നിന്നിട്ട് ഓരോരുത്തരുടെ ഊഴമനുസരിച്ച് ഈ ഒഴുകി വരുന്ന തടി നീന്തിപ്പോയി വലിച്ച് എന്ത് ചെയ്യും? കരക്ക് കൊണ്ടുവന്ന് കിട്ടും. സ്ഥിരം പരിപാടിയാണ്, എല്ലാ വെള്ളപ്പൊക്കത്തിലും ഉണ്ട്. ഒരു ദിവസം ഒരുത്തൻ ഇതുപോലൊരു ഊഴം വന്നു. കറുത്ത ഈട്ടിത്തടി ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഓ ജോമോന് ഗോളടിച്ചു, നല്ല ഈട്ടിത്തടിയാ. ഇവൻ നീന്തി ചെന്ന് ഈട്ടിത്തടിയെ കയറി പിടിച്ചു. അപ്പൊ ഈ ഈട്ടിത്തടി ഇത് ഒഴുകി നേരെ പോകുന്നത് ഒരു കുത്തൊഴുക്കിലേക്കാണ്. അത് ഭയങ്കര കയമാ, അങ്ങോട്ട് പോയാൽ പിന്നെ കിട്ടില്ല. അതിനു മുമ്പേ ഇവര് നീന്തി കയറും. ജോമോൻ പോയി ഈ ഈട്ടിത്തടിയെ കയറി പിടിച്ചു. കരയിലോട്ട് അടുപ്പിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, കരയിലോട്ട് അടുക്കുന്നില്ല. ഇത് ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട് കരയിൽ നിന്നവർ പറഞ്ഞു, ജോമോനെ ആ തടി അങ്ങ് വിട്ടേര്, നീ ഒഴുകി കയത്തിലോട്ട് പോകും, അപകടമുണ്ട്, വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ ജോമോൻ പറഞ്ഞു, ഞാൻ എപ്പോഴേ വിട്ടതാ, പക്ഷെ ഇത് എന്നെ വിടുന്നില്ല. കാരണം ഈട്ടിത്തടി അല്ലായിരുന്നു, കരടിയായിരുന്നു. ഇവൻ ഈട്ടിത്തടി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ആരെയാ? കരടിയാ. രണ്ടും കൂടി ഒഴുകി. കുറച്ച് കഴിഞ്ഞപ്പോ ജോമോന് വിടണമെന്നുണ്ട്, പക്ഷെ കരടി എന്ത് ചെയ്യുന്നില്ല, വിടുന്നില്ല. ദൈവമക്കളെ, ഞാൻ ആത്മാവി പറയാം, ഈ കരടിയുടെ പിടുത്തം വിടാൻ അവസാനം കയത്തിൽ പോയി ഒരുമിച്ച് തകർന്നടിയുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് കാണുമ്പോൾ വിടുന്നതാ. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഉടാന സന്ദേഹന ആത്മാവ് എന്നൊരു കാഴ്ച കാണിക്കുന്നു. ഏതോ പോക്കറ്റിനകത്ത് പാക്ക് പോക്കറ്റിൽ ഇട്ട് ചവക്കുന്ന റാന സേക്കെ ലബോധിനി ഇടക്കിടക്ക് അത് പോക്കറ്റിൽ നിന്നെടുത്ത് അവൻ ആരും കാണാതെ അവൻ ഇങ്ങനെ കൈകൊട്ടി വായിലോട്ടിട്ടിട്ട് ആ പൊടി തട്ടി വീണ്ടും അത് മടക്കി അവൻ പേഴ്സിനുള്ളിൽ വെക്കുന്ന ചിലത് ഇന്ന് പകൽ ആലയത്തിനകത്തുണ്ട്. നിനക്കത് നിർത്താൻ കഴിയുന്നില്ല. പക്ഷെ ആത്മാവ് എന്നോട് പറയുന്നു, ദൈവത്തിന്റെ പൈതലെ, നിന്നെ ദൈവം അതിനകത്തുനിന്ന് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരും. അതിനാണ് ദൈവം നിനക്ക് കൃപ തരുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള ചിലത് ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ആത്മാവ് ഇടപെടുകയാ. പരിശുദ്ധാത്മാവ് ബോഷ്ക്ക് പറയില്ല. ഇരിക്കുന്നിടത്ത് രണ്ട് കരവും നെഞ്ചിൽ വെച്ച്, യേശുവേ അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാ എന്നൊരൊറ്റ വാക്ക് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചൊരിയും. അവൻ 5 മിനിറ്റ് കൂടി നമ്മുടെ മുമ്പിലുള്ളൂ. അതിനകത്ത് ഞാൻ വേഗത്തിൽ പറയാം മക്കളെ, നമ്മളെ വിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ വിടത്തില്ല. അതിനു മുമ്പേ നമ്മൾ ചിലതിനെ വിട്ട് ഓടിക്കയറാൻ ഈ പകൽ ദൈവകൃപ തരട്ടെ. ഒന്ന്, നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആരാണ്. നിങ്ങൾ സ്വർഗീയ വിളി ലഭിച്ച ദൈവമക്കളാണ്. 2, നിങ്ങൾ കൃപയ്ക്കെന്താണ്? കൂട്ടാളികളാണ്. 3, വേഗം വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം കുറിച്ചിട്ടോ. എഫെസ്യ ലേഖനം 3 അതിന്റെ 6-ാമത്തെ വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും
വാഗ്ദത്തത്തിന് പങ്കാളികളും. ദൈവമക്കളെ, മൂന്നാമത് നിങ്ങൾ അറിയണോ, നിങ്ങൾ വാഗ്ദത്തത്തിൽ നിങ്ങൾ പങ്കാളികളാണ്. നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. 2, കൃപയ്ക്ക് നിങ്ങൾ ഓഹരിക്കാരാണ്. 3, നിങ്ങൾക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഒരു വിളി കേട്ടവരാണെങ്കിൽ, ഒരു കൃപ ലഭിച്ച ദൈവമക്കളാണെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ സന്തോഷത്തോടെ സ്തുതിച്ചാരാധിക്ക്. നിങ്ങൾക്കൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ഒരു ജീവന്റെ വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ഒരു നിലനിൽക്കുന്ന ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം കിട്ടിയ ദൈവമക്കൾ ഇരുകരങ്ങൾ കൂട്ടിയടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, എന്താണ് ഏറ്റവും വലിയ വാഗ്ദത്തം? ചെറിയ വാഗ്ദത്തമുണ്ട്, വലിയ വാഗ്ദത്തമുണ്ട്. ആമേൻ. ദൈവമക്കളെ, ഈ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവമക്കൾ ഈ ദൂതം കേൾക്കണം. ഒന്നാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗീയ വിളിക്ക്. 2, നിങ്ങൾ കൃപയ്ക്ക് ഓഹരിക്കാർ. കുഞ്ഞുങ്ങളെ, 3, നിങ്ങൾ വാഗ്ദത്തങ്ങൾക്ക് എന്തുള്ളവരാണ്? പറ. പങ്കാളികളാണ്, കൂട്ടാളികളാ, ഓഹരിക്കാരാ. എന്താണ് വാഗ്ദത്തം? അത് പറഞ്ഞ് നമുക്ക് നിർത്താം. 2 ടൈപ്പ് വാഗ്ദത്തമുണ്ട്. ചെറിയ വാഗ്ദത്തമുണ്ട്, വലിയ വാഗ്ദത്തമുണ്ട്. എല്ലാവരും ഇത് പറഞ്ഞേ. ചെറിയ വാഗ്ദത്തമുണ്ട്, വലിയ വാഗ്ദത്തമുണ്ട്. എനിക്കൊരു വണ്ടി ദൈവം തന്നു. അത് ചെറുതാണോ വലുതാണോ? പറഞ്ഞു, ചെറുതാ. എനിക്ക് ദൈവം ഒരു വീട് ദൈവം തന്നു. അത് ചെറുതാണോ വലുതാണോ? ചെറുതാ. പിന്നെ എന്താ ഈ വലിയ വാഗ്ദത്തം? അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഉപവസിക്കുന്ന ഏത് വാഗ്ദത്തത്തിന് വേണ്ടിയാ? ആണോ? സ്വർഗീയ വാഗ്ദത്തത്തിന് വേണ്ടി ഉപവസിച്ച ഒരാളുണ്ടെന്ന് കൈവക്കിക്കെ 10,000 രൂപ ഇപ്പം ഞാൻ തരും. ദൈവത്തിന് കളവ് പറയരുത്. ഇപ്പം ഞാൻ 10,000 രൂപ തരും. ലെസ്റ്റർ ഗൂഗിൾ പേ ഉണ്ടോ? ഇപ്പം അഴിച്ചു കൊടുക്കും. സ്വർഗീയ വാഗ്ദത്തം. ഞാൻ 3 ദിവസം ഉപവാസമാണ്. എന്തിനാ? ആ നിത്യതയുടെ ഭവനം ഒന്ന് പണി തീർത്തിട്ട് എന്നെ പെട്ടെന്ന് അവിടേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഉപവസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പിന്നെ അങ്ങനെയൊക്കെ ഉപവസിച്ചിരുന്നെങ്കിൽ കൊച്ചി എന്നേ വിടിവിക്കപ്പെട്ടു പോയേന്. ഇത് പറയാനാ ഞാൻ ഇത്രയും കിടന്ന് പണിപ്പെട്ടെ. അപ്പോൾ ചെറിയ വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തമാണ്. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാം അറിയണം, നിങ്ങളുടെ ജോലി എന്താ? ചെറുതാണോ വലുതാണോ? നിങ്ങൾ പണിയാൻ പോകുന്ന കൊട്ടാരം ചെറുതാണോ വലുതാണോ? പറ. ചെറുതാ. എന്നാൽ പിന്നെ വലിയ വാഗ്ദത്തം എന്താ? വലിയ വാഗ്ദത്തമാണ്. യേശുപ്പച്ചൻ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ വേഗത്തിൽ വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് വലിയ വാഗ്ദത്തം. ഈ വലിയ വാഗ്ദത്തമാണ് നമ്മൾ പ്രാപിക്കുന്നത്. സ്തോത്രം. അതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടേ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ 36, 35, 40 വയസ്സിൽ താഴെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട. അത് പുറത്തുള്ള കാര്യം. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് 38 വയസ്സ് 36 വയസ്സിൽ താഴെയുള്ള 9 ചെറുപ്പക്കാരാണ് മരിച്ചത്. 9 ചെറുപ്പക്കാർ നിൽക്കുന്ന ഇപ്പം ചുമ്മാ എൻ്റെ ദൈവമേ എന്നൊരൊറ്റ വിളി താഴെ വീഴുക. സ്തോത്രം. ആമേൻ. കൂട്ടിവെച്ചതൊന്നുമില്ല, ഒരുക്കി വെച്ചതൊന്നുമില്ല, ആമേൻ, മാറ്റി വെച്ചതൊന്നുമില്ല. എന്നാൽ ഒറ്റ ദൂത് പറഞ്ഞേക്കാം, ഉരുണ്ട് വീണ് ഇപ്പം പെടഞ്ഞു വീണ് ഇവിടെ ചത്താലും അവിടുത്തെ വാഗ്ദത്തം നിലനിൽക്കും. അവിടുത്തെ വാഗ്ദത്തം മാറിപ്പോവത്തില്ല. ആ വാഗ്ദത്തം നമ്മുടെ കയ്യിൽ വരും. നമ്മുടെ ലക്ഷ്യം മുഴുവൻ അതായിരിക്കട്ടെ. നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ അതായിരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. ഇതെല്ലാം ചെറുതാന്നേ. വലിയ വാഗ്ദത്തം സ്വർഗീയമായത്. ആമേൻ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇനിയുള്ള ദിവസം നമ്മൾ ഏത് വാഗ്ദത്തത്തിന് വേണ്ടിയാ പോരാടാൻ പോകുന്നേ? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തു പറ, ചെറിയ വാഗ്ദത്തം എനിക്ക് വേണ്ട. ചെറിയ വാഗ്ദത്തം എനിക്ക്
പറ. ചെറുത് എനിക്ക് വേണ്ട, പിന്നെ എനിക്ക് ഏത് മതി? എന്താ വലിയ വാഗ്ദത്തം? നിത്യതയുടെ ഭവനം, സ്വർഗീയ ഭവനമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് തന്നെ ഓഫീസിൽ നിങ്ങളുടെ ആ ആധാരത്തിൻ്റെ കോപ്പിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തേക്കണം. എന്തിനാണ്? ഇതൊന്നും പിടിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം എന്താ? ചെറിയ വാഗ്ദത്തങ്ങളാ. ഇതിനു വേണ്ടി നമ്മൾ കിടന്നുകൊണ്ട് പിടുത്തം വീഴല്ലേ. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു. ഇതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരുടെ അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. എന്തിനാ ഇത് ചെയ്യുന്നേ? ഇതെല്ലാം നിസ്സാരമാണ്. സഹോദരം, ആ വലിയ വാഗ്ദത്തത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. ഇന്ന് ഇവിടെ ഇരുന്ന് തട്ടിപ്പോയാൽ നമുക്ക് എവിടെ പോകണം? നിത്യത പോകണം. ഒരല്ലലിയോ എന്ന് പറ. സ്വോത്രം, 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 സ്വോത്രം. ഒരു 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 2 സെക്കൻഡ് നേരത്തെങ്കിലും ആ ശവപ്പെട്ടി കണ്ടായിരുന്നോ? കുറേ കണ്ടായിരുന്നു. അതിനുശേഷം എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആ താക്കോല് കൊടുത്തിട്ട് പോയിക്കോ. ഞാനത് തമാശയ്ക്ക് ചോദിച്ചതല്ല. മാറ്റം വരില്ലേ? 1 സെക്കൻഡ് നേരത്തെങ്കിലും നമ്മൾ മരണം നമ്മുടെ മുമ്പിൽ കണ്ടാൽ നമ്മൾ തീർപ്പിക്കും, ഇതല്ല, ഇതിനപ്പുറം വേറെയാ. ഒരു ഹല്ലേലൂയ എന്ന് പറ. പക്ഷെ നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്നാണെന്നറിയോ? വണ്ടി 80 കിലോമീറ്റർ സ്പീഡിൽ പോയി ഇടിച്ച് ഒരു കൈ ഇങ്ങനെ കിടക്കത്തില്ലേ? കിടക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് പറയും, ബിജു പാസ്റ്റേ അടുത്ത ഞായറാഴ്ച പിള്ളേരോട് പറയണേ 40 പോകാവുന്നു. പക്ഷേ ഇവൻ്റെ കാല് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? താഴാൻ തുടങ്ങി. ഈ കെട്ടിവെച്ച കൈ പതുക്കെ പതുക്കെ ലെവലാകാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അമ്മ കോഴിമുട്ടൻ താറാമുട്ടയൊക്കെ കൊടുത്ത് ഇവൻ കുറച്ച് ചക്കക്കുരു പോലെയാകും. അപ്പോൾ വീണ്ടും അവൻ എവിടെ കയറും? 80 കയറും. അപ്പം ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇവന് ആഴ്ചയിൽ ഒരു തട്ടെങ്കിലും, ആഴ്ചയിൽ ഒരു തട്ടും മുട്ടുമെങ്കിലും കൊടുത്താൽ നല്ലതാണ്. കാരണം അങ്ങനെ ഓർക്കും. ഈ ഒരു അതേത് സാധനം അത് ഓക്കെ, കീ കൊടുത്ത് വെച്ചേക്കുക. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ ഇങ്ങനെ ചിലതുണ്ട്. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒന്ന് നമുക്ക് ലഭിച്ചിരിക്കണം. എന്നാൽ ഒരു കാര്യം ആത്മാവിൽ പറയാം, ദൈവമക്കളെ, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മൾ ഒരുങ്ങേണ്ടത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ്. നമ്മുടെ ലക്ഷ്യം മുഴുവൻ കർത്താവിൻ്റെ വരവായിരിക്കണം, കർത്താവിൻ്റെ വീടായിരിക്കണം. നല്ലൊരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. ആമേ. നമ്മുടെ കണ്ണടയ്ക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് ആ വലിയ വാഗ്ദത്തം വേണം എന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിക്കേ.